ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഡിജിറ്റൽ വേൾഡ് ഓൺലൈൻ ജോബിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് റംബിൾ എന്നൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. രണ്ടും അവൈലബിൾ ആണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗൂഗിളിൽ അടിച്ചാൽ അതിലും നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കയറി വർക്ക് ചെയ്യാം. ഒരുപാട് ആളുകൾ ഇതിൽ വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. യൂട്യൂബുമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരേ ഒരു ആപ്ലിക്കേഷൻ റംബിൾ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റാണ്. ഇതിൽ നിങ്ങൾക്ക് മുകളിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. മൈ ഫീഡ്, ഗെയിമിങ്, ലൈവ്, സ്പോർട്സ്, വൈറൽ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കമ്പനികളെ, അതുപോലെ തന്നെ പോഡ്കാസ്റ്റ്, UFC, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതിൽ എങ്ങനെയാണ് വർക്ക് എന്ന് ചോദിച്ചാൽ, ജസ്റ്റ് യൂട്യൂബിലെ ഓരോ വിഷയങ്ങൾ, ഇപ്പോൾ ഗെയിം ഒരു വിഷയമാണെങ്കിൽ, അതല്ലെങ്കിൽ സ്പോർട്സ്, അതല്ലെങ്കിൽ വൈറലായിട്ടുള്ള വീഡിയോസ്, ഇതിൽ ഏതെങ്കിലും ഒരു വിഷയം, ഇനി അതല്ലെങ്കിൽ വേറെ ഏത് വിഷയമാണെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതിൻ്റെ ഒരു ചുരുങ്ങിയത് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോ ഉള്ള വീഡിയോസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ആരെ വീഡിയോസും ആണെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് വീഡിയോസ് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ എഡിറ്റിങ് ചെയ്തിട്ട് ക്യാപ്കട്ടിലോ അല്ലെങ്കിൽ കെമാസ്റ്ററിലോ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഡിറ്റിങ് ചെയ്യാം. ഷോർട്ട് വീഡിയോസ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എഡിറ്റിങ് ചെയ്തിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആയിട്ട് എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് യോജിച്ച രീതിയിൽ ഒരു തമ്പനയിലും കൊടുത്ത് നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്താൽ യൂട്യൂബിലെ പോലെ തന്നെ നിങ്ങൾക്ക് മോണിറ്റൈസ് ആവണം എന്നില്ല. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ ഈ ഒരു വീഡിയോസ് ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോസ് മോണിറ്റൈസായി നിങ്ങൾക്ക് ക്യാഷ് കയറാൻ തുടങ്ങും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും സ്റ്റാറ്റസ് ആൻഡ് ഏർണിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം. അതിൻ്റെ മുകളിൽ അക്കൗണ്ട് ആൻഡ് ഓവർവ്യൂ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ക്യാഷും കാര്യങ്ങളും, ക്യാഷ് ഔട്ട്, അതുപോലെ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കും. അതുപോലെ തന്നെ സ്റ്റാറ്റസ് ആൻഡ് അനലൈസ്, നമുക്കിത് യൂട്യൂബ് സ്റ്റുഡിയോ പോലെ തന്നെ നമുക്കിത് എന്ത് ചെയ്യാണ്, അനലൈസ് ചെയ്യാനുള്ള ഭാഗം ഉണ്ട്. നമുക്ക് ഓരോ ദിവസം നമുക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഏർണിങ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൽ ലൈവ് സ്ട്രീം വേണമെങ്കിൽ നമുക്ക് ഗെയിമിനെ കുറിച്ച് നമുക്ക് ലൈവ് സ്ട്രീമിങ് കൊടുക്കാം. ലൈവ് സ്ട്രീമിൻ്റെ തംബ്ലേറ്റ് ഇവിടെ കൊടുക്കാം. OBS അല്ലെങ്കിൽ പ്രിസൺ ലൈവ്, അങ്ങനെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ലൈവ് സ്ട്രീമുകൾ നമുക്ക് ചെയ്യാം. സിമ്പിളാണ്. നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമോ അതല്ലെങ്കിൽ വേറെ എന്താ പറയുക, കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു വിഷയങ്ങൾ എടുക്കുക, യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് കോമഡി അല്ലെങ്കിൽ എന്ത് വിഷയമാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ന്യൂസുകൾ, അതുപോലെ തന്നെ സ്പോർട്സ്, ഗെയിമുകൾ, ഏതൊരു വിഷയമാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി അപ്ലോഡ് ചെയ്യുന്ന രീതി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഐക്കൺ ഇവിടെ കാണാൻ കഴിയും. ജസ്റ്റ് ഇവിടെ അപ്ലോഡ് എന്ന് കാണാം, അതുപോലെ തന്നെ ഗോ ലൈവ് എന്നും കാണാം. ഇനി ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈവ് ചെയ്യാതെ ലൈവ് സ്റ്റുഡിയോയും അവൈലബിൾ ആണ്. അപ്ലോഡ് വീഡിയോ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിലെ പോലെ തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള ടൈറ്റിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഏത് കാറ്റഗറിയിലാണോ അതിൻ്റെ കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ തിരഞ്ഞെടുക്കാം. ഇവിടെ ഒരുപാട് കാറ്റഗറി ഉണ്ട് കേട്ടോ. കുക്കിംഗ് ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്, ഫൈനാൻസ്, ഗെയിമിങ്. താഴോട്ട് പോരുകയാണെങ്കിൽ ഒരുപാട് കാറ്റഗറീസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ട്രാവല്, വൈറല്, വ്ളോഗ്സ്, അതുപോലെ തന്നെ ടെക്നോളജി കാണാൻ കഴിയും. ഇനി അതുപോലെ തന്നെ ഇവിടെ സെക്കൻഡറി കാറ്റഗറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ നമുക്ക് ഏതിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡറി കാറ്ററിങ് ഉൾപ്പെടുത്താം. വീഡിയോ തമ്പനെയിൽ, ഇവിടെ നമ്മുടെ വീഡിയോസിൻ്റെ തമ്പനെയിൽ ഇവിടെ വീഡിയോസ് എന്ന് കൊടുക്കാം. അതല്ലെങ്കിൽ ഓർ ചോയ്സ് യുവർ ഓൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗാലറിയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് യൂട്യൂബിൽ തമ്പനെയിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിൽ കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് എന്തെങ്കിലും ടാഗ്സ് കൊടുക്കണം, കീവേഡ് കൊടുക്കാന്നുണ്ടെങ്കിൽ അത് ഇവിടെ നമുക്ക് കൊടുക്കാം. നമ്മുടെ വീഡിയോനെ കുറിച്ച് സെർച്ച് ബാറിൽ പെട്ടെന്ന് ലഭിക്കാൻ നമുക്കിവിടെ കീവേഡ് കൊടുക്കാം.
ഗൈസ്. അതിനുശേഷം പബ്ലിക്, അൺലിസ്റ്റഡ്, പ്രൈവറ്റ്, യൂട്യൂബിൽ അതേപോലെ തന്നെ നമ്മൾ വീഡിയോ ഷെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ടൈമിലേക്ക് മാറ്റി അത് ഷെഡ്യൂൾ ചെയ്യാം. അതിനുശേഷം അപ്ലോഡ് എന്ന് കാണാൻ കഴിയും. ജസ്റ്റ് അപ്ലോഡ് ചെയ്താൽ നമ്മളെ വീഡിയോ അത് പബ്ലിക്കായി. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ അപ്ലോഡ് ചെയ്ത ആ ഒരു സംഭവം നിങ്ങൾക്ക് ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ഗൈസ്, അടിപൊളിയായിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യണ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറിയിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിൽ വർക്ക് ചെയ്ത് തുടങ്ങാം. അക്കൗണ്ട് ഓവർവ്യൂ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തേക്ക് വരികയാണ്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ അക്കൗണ്ട് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക. റെഫറൽ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ക്യാഷ് ഉണ്ടാക്കിയെടുക്കട്ടോ. പിന്നെ ഇവിടെ കാണാൻ കണ്ടും പേയ്മെന്റ് ഓപ്ഷൻ, പേയ്മെന്റ് മെത്തേഡ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പേയ്മെന്റ് മെത്തേഡ് ഇവിടെ പേപ്പാളിലോട്ട് നമുക്ക് അടിപൊളിയായിട്ട് വിഡ്രോ അടിക്കാം. അപ്പോൾ അത് മിനിമം എത്രയാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് ഗൈസ്. അത് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഇത് ലോഗ് ഔട്ട് ചെയ്യണേ, സൈൻ ഔട്ട് ഞാൻ കൊടുക്കണേ. രജിസ്റ്റർ ചെയ്യാൻ സിമ്പിളായിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇപ്പം യൂട്യൂബിൽ മലയാളത്തിൽ ഒരേ ഒരു ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. റംബിളിനെ കുറിച്ച് ഒരേ ഒരു വീഡിയോസ് മാത്രമേ ഞാനിവിടെ കണ്ടിട്ടുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഒരു യൂസർ നെയിം കൊടുക്കുക, അതിനുശേഷം ഒരു പാസ്വേഡ് കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ ഗൂഗിളിൽ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു അക്കൗണ്ട് സിമ്പിളായിട്ട് തുടങ്ങാം. ഇനി അക്കൗണ്ട് ഇല്ലെങ്കിൽ ക്രിയേറ്റ് വൺ അക്കൗണ്ട്, ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക. സിമ്പിളായിട്ട് ഗൂഗിൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അക്കൗണ്ട് തുടങ്ങാം. അടിപൊളിയാണെങ്കിൽ സിമ്പിളായിട്ട് വർക്ക് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മണി മേക്കിംഗ് വെബ്സൈറ്റ് തന്നെയാണ് ഇത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്കിവിടെ ബ്രൗസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിൽ കാണുന്ന അതേ ഒരു മെനു തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇനി ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം വിഷയത്തിനെ കുറിച്ച് നമുക്ക് വീഡിയോകൾ ഇടാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും 2 hours ഈ വീഡിയോസ് ഇട്ടിട്ട് 2 മണിക്കൂറായിട്ടുള്ളൂ. 4 hours ഒരുപാട് ആളുകൾ ഇതുണ്ടോ, 5 hours 1K വ്യൂസ് ആയി ഇതിന്. ജസ്റ്റ് നമ്മൾ വീഡിയോ ചെയ്യുക, അതപ്പം തന്നെ നമുക്ക് മോണിറ്റൈസ് ആയിട്ട് നമുക്ക് സിമ്പിളാണ് ഗൈസ്, സിമ്പിളായിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാം. ഞാനിതിൽ വീണ്ടും സൈനപ്പ് ചെയ്ത് ഞാൻ കയറുകയാണ്. അതിനുശേഷം നമുക്കിവിടെ മോണിറ്റൈസ് എന്നുള്ള ഭാഗത്ത് ഓവർവ്യൂ എന്നുള്ള ഭാഗം തിരഞ്ഞെടുക്കാം. ഓവർവ്യൂ എന്നുള്ള ഭാഗം തിരഞ്ഞെടുത്തിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഏതെല്ലാം വീഡിയോസ് മോണിറ്റൈസ് ആയിട്ടുണ്ട്. മോണിറ്റൈസ് ആയ വീഡിയോസുകൾ മാത്രം നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ആൾ വീഡിയോസ്, നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഷെഡ്യൂൾ ചെയ്ത വീഡിയോസ്, ഇനി മോണിറ്റൈസ്ഡ് വീഡിയോസ്, നമ്മളിട്ട വീഡിയോസുകൾ ഇവിടെ മോണിറ്റൈസ് ആയാലും മോണിറ്റൈസ്ഡ് എന്ന് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇവിടെ ലൈവ് സ്ട്രീം മോണിറ്റൈസ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ എന്താ പറയുക, തികച്ചും ഫ്രീ ട്രാഫിക് ആയിട്ടുള്ള, യൂട്യൂബിലേറെ ഫ്രീ ട്രാഫിക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. നമ്മൾ ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, ആളുകൾ ഇതിൽ കാണാൻ തുടങ്ങും. നമുക്ക് ഫാസ്റ്റ് ആയിട്ടില്ല, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും 138 വ്യൂസ്, സിമ്പിളായിട്ട് യൂണിക്ക് വ്യൂസ് 20. നമുക്ക് എല്ലാ വീഡിയോസും മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് ഗൈസ്. അടിപൊളിയാണ്, നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാനുള്ള നല്ലൊരു വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ സിമ്പിളായിട്ട് രജിസ്റ്റർ ചെയ്യുക, വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ റംബിൾ എന്നൊരു ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇവിടെ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം, യൂട്യൂബിൽ അതേപോലെ തന്നെയാണ്. ഇതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ജസ്റ്റ് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് വർക്ക് ആരംഭിക്കാം. അതിനുശേഷം അക്കൗണ്ട് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അക്കൗണ്ട് ചെയ്ത ആ ഒരു നമ്പറിൽ OTP വരും. ആ OTP നിങ്ങൾ അതിലടിച്ചു കൊടുത്തിട്ട് അക്കൗണ്ട് വെരിഫിക്കേഷൻ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്യാഷ് ഇതിൽ ഏണിങ്സ് ആവുകയുള്ളൂ. കേസിൽ ഇതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. പുതിയ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വിഷയം സെലക്ട് ചെയ്യുക.
എന്നിട്ട് ആ വിഷയത്തിൻ്റെ വീഡിയോസുകൾ തന്നെ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, വൈറലായിട്ടുള്ള എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊരു വിഷയമാണെങ്കിലും കൊടുക്കാം. ഇവിടെ കാണാം ആനിമലിൻ്റെ വീഡിയോസുകളൊക്കെ, അതുപോലെ തന്നെ കോമഡി, ന്യൂസ്, എന്ത് വേണമെങ്കിലും ഗെയ്സ് ഈ ഒരു വിഷയത്തിൽ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വിഷയങ്ങൾ വേറെയുണ്ട്, ന്യൂസ്, അതുപോലെ സയൻസ്, മ്യൂസിക്, വ്ളോഗ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തന്നെ ഇതിൽ, ഒരുപാട് വിഷയങ്ങൾ തന്നെ ഇതിലുണ്ട്. എൻ്റർടൈൻമെൻറ്റ്, കുക്കിംഗ് വ്ളോഗൊക്കെ അടിപൊളിയായിട്ട് ഇടാം, മ്യൂസിക് അപ്ലോഡ് ചെയ്യാം ഗെയ്സ്. എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് ഇതിൽ യൂട്യൂബ് പോലെ തന്നെ ഇത് ഉപയോഗിച്ച് ക്യാഷ് ഏൺ ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം അവർ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച ശേഷം 10 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോ മോണിറ്റൈസ് ആവുന്നതാണ്. ക്യാഷ് ഏൺ ചെയ്യാൻ നിങ്ങൾ ആരംഭിക്കാം. അതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഡിജിറ്റൽ വേൾഡ് ഓൺലൈൻ വീണ്ടും കാണാം. സീ യു, ബൈ ബൈ.